അസ്സലാമു അലൈക്കും. ഇന്ന് എനിക്ക് ഉപ്പേരിയൊക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ എന്ത് ചെയ്ത് നമ്മൾ പ്ലാവ് പോയിട്ട് ഇടിയഞ്ചൊക്കെ ഇട്ടിട്ട് വന്ന്. അപ്പോൾ അതെങ്ങനെ ഉപ്പേരിയൊക്കെ നോക്കട്ടെ. അപ്പോൾ അത് മുറിക്കാനായിട്ട് മുന്നേ തന്നെ കയ്യുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ പരട്ടി. കാരണം ചക്ക മുറിച്ച് കഴിഞ്ഞാൽ കയ്യും കത്തിയും നാശമാവും. ഭയങ്കര മടിയാണ് ഈ ചക്ക മുറിക്കണത്. ചിലർക്കൊക്കെ തീരെ മുറിക്കൂല. അപ്പോൾ ഞാൻ ഇത് എണ്ണ പറ്റി കഴിഞ്ഞാൽ നമ്മളെ കയ്യുമ്മലൊന്നും പിടിക്കൊന്നുമില്ല, കത്തിമ്മലും പരട്ടി കൊടുക്കുക, അപ്പോൾ ചെറുതായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ കൂനും ആ മടൽ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് കഴുകി വരച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ഊറ്റിയിട്ട് ഒന്ന് കയ്യിലോണ്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കപ്പയർ വേവിച്ചതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് തോനെ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് കടുക് പൊട്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഉള്ളിയും ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊരു മൂത്ത മണം വരുമ്പോൾ ഈ ഇടിയഞ്ചക്ക ചതച്ച് വെച്ചതും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇടിയഞ്ചക്ക ഉപ്പേരി റെഡി ആയിക്കണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.